Hi students, welcome to your social science class, chapter 3. I think you have studied and analyzed the second chapter. Now, I like to ask some questions to remind the last chapter. Who were the foreigners came to India? What was their purpose? Did they change their purpose? Could they all succeed in their effort? We all know England, the only country could succeed to gain പവർ ഇൻ ഇന്ത്യ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ബ്രിട്ടന് ഏഷ്യയിലെ വിസ്തൃതവും സമ്പന്നവുമായ ഇന്ത്യ എന്ന രാജ്യത്തെ കീഴടക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന്? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ചില കാര്യങ്ങൾ ഓർത്തു നോക്കിക്കേ. ഉദാഹരണമായി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, സബ്സിഡിയറി അലയൻസ്, ബാറ്റിൽ ഓഫ് പ്ലാസി, അതിൽ നടത്തിയ ചതി. ഇങ്ങനെ ബുദ്ധി ഉപയോഗിച്ചും ശക്തി ഉപയോഗിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ കീഴടക്കുന്ന കാലം. ഓൺ ദാറ്റ് ടൈം വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് കോമൺ പീപ്പിൾ ഇൻ അവർ കൺട്രി? Now we shall learn about the miseries suffered under the British regime and the struggles held against them throughout this chapter. Resistance and First War of Independence. ബ്രിട്ടീഷുകാരുടെ ഭരണ തുടക്കത്തിൽ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും അവർ അതിനെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചത് എങ്ങനെയെന്നുമാണ് ഈ ചാപ്റ്ററിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചെറുത്തുനിൽപ്പും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ലുക്ക് അറ്റ് ദ പിക്ചർ. I think you could remember the story that you have studied in Standard 6, മലയാള ലെസൺ, തള്ളവിരലില്ലാത്ത ഗ്രാമം. The story tells about Nagodas, a group of people lived in Bengal. Their occupation was sericulture. Sericulture means പട്ടുനൂൽ പുഴുക്കളെ വളർത്തി പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിൽ. വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ കച്ചവടം നടത്തിയിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സിൽക്ക്. ബിഫോർ ദ കമ്മിങ് ഓഫ് ബ്രിട്ടീഷ്, their life was so happy by cultivating, selling the product in the market, and some people weave clothes on it. But what happened after the coming of British? They were compelled to do weaving in meager wages. വളരെ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ അവരെ നിർബന്ധിച്ചു. They were made bonded laborers. അവരെ കരാർ തൊഴിലാളികളാക്കി. എങ്ങനെയാണ് കരാർ തൊഴിലാളികളാകുന്നത്? നിങ്ങൾ ചരിത്ര സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിൽ ബ്രിട്ടീഷുകാർ സാധാരണക്കാരായ ജനങ്ങളെ വരിവരിയായി നിർത്തി ബോണ്ട് പേപ്പറിൽ പെരുവിരൽ പതിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ബോണ്ട് പേപ്പറിൽ പെരുവിരൽ പതിപ്പിച്ച് ബോണ്ടഡ് ലേബറേഴ്സ് ആക്കുക. ഇഫ് എനി വൺ നോട്ട് വില്ലിംഗ് ടു ഒബേ, ദേ വെർ ടോർച്ചേർഡ്. ആരെങ്കിലും അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ, ബ്രിട്ടീഷുകാർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുമായിരുന്നു. ദെയർ പ്രോപ്പർട്ടീസ് വെയർ സീസ്ഡ്. അവരുടെ വസ്തുവകകളെല്ലാം കണ്ടുകെട്ടും. അറ്റ് ലാസ്റ്റ് ദേ ഡിസൈഡഡ് ടു കട്ട് ദെയർ തംസ്. വീവിംഗ്, നെയ്ത്ത്. കുലത്തൊഴിലായ ആ ജനവിഭാഗം തങ്ങളുടെ തൊഴിൽ ജീവിക്കാനുള്ള വക പോലും തങ്ങൾക്ക് നൽകുന്നില്ലല്ലോ എന്ന് വളരെ വിഷമിച്ച് ആ ജോലി ഉപേക്ഷിക്കാൻ, ബ്രിട്ടീഷുകാരോട് പ്രതിഷേധിക്കാൻ സ്വന്തം വിരൽ മുറിച്ചു കളഞ്ഞു. ലൈക്ക് ദിസ്, so many common people exploited by this British.
Who were exploited by the British? Farmers, handicrafts, tribals, and weavers. First, we look on to the condition of farmers. Which was the first place captured by the British in India? Can you remember? Yes, Bengal. Why? Because of the agricultural prosperity. കാർഷിക സമൃദ്ധി കണ്ട് ബംഗാൾ പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കർഷകരുടെ കയ്യിൽ നിന്ന് കാർഷിക വിളകൾ നികുതി നൽകാതെ, വില നൽകാതെ എങ്ങനെ കൈക്കലാക്കാമെന്ന് ചിന്തിച്ചു. അതിന് അവർ ചില മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. വാട്ട് വെയർ ദ സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്? ലെവീഡ് ഹെവി ടാക്സസ് ഓൺ ഫാർമേഴ്സ്. കർഷകരുടെ മേൽ അധിക നികുതി ചുമത്തി. No tax concessions were sanctioned even when drought and flood destroyed the agriculture. ഫ്ലഡ്, വെള്ളപ്പൊക്കമോ ഡ്രോട്ട്, വരൾച്ചയോ സംഭവിച്ചാൽ, കൃഷിനാശം സംഭവിച്ചാൽ ടാക്സ് കൺസെഷൻ കർഷകർക്ക് നൽകിയിരുന്നില്ല. യാതൊരു നികുതി ഇളവും കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നില്ല. മിഡിൽ മെൻ, ദാറ്റ് മീൻസ് ജമീന്ദാസ്, വെയർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിംഗ് ടാക്സ്. ബ്രിട്ടീഷുകാർ നേരിട്ടല്ല കർഷകരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അതിനായി ആ നാട്ടിലെ പ്രധാന വ്യക്തികളായ സെമീന്ദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുള്ള ജന്മിമാർ, മലയാളത്തിൽ ജന്മിമാരെന്നും ഹിന്ദിയിൽ ജമീന്ദാസ് എന്ന് വിളിക്കും, നാട്ടുപ്രമാണികൾ, അവരെയായിരുന്നു ടാക്സ് കളക്ട് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചിരുന്നത്. impose the condition that the tax was to be paid in the form of cash. നികുതി പണമായി മാത്രമേ അടയ്ക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. കാർഷിക വിളകളായി നികുതി അടയ്ക്കാൻ കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. കടമായി പോകുന്ന കർഷകർ പലിശക്കാരിൽ നിന്ന്, പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, അവരെ അറിയപ്പെട്ടിരുന്നത് സാഹുസ് എന്നാണ്. അവരെ ആശ്രയിച്ചായിരുന്നു കർഷകർ കൃഷി നടത്തിയിരുന്നത്. കർഷകർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കർഷകൻ, അയാൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ, അയാൾ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ്. അയാൾക്ക് അതിനാവശ്യമായ വിത്ത്, വളം, ജോലിക്കാർക്ക് കൊടുക്കേണ്ട കൂലി, ഇങ്ങനെ കുറച്ച് കാശിൻ്റെ ആവശ്യം വരും. അയാളുടെ കയ്യിൽ കാശില്ലെങ്കിൽ എന്താ ചെയ്യുക? അയാൾ ഒരു പ്രൈവറ്റ് മണി ലെൻഡറെ പോയി കാണും, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങും. അങ്ങനെ അയാൾ കൃഷി തുടങ്ങും. പക്ഷേ ആ കൃഷി എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിച്ച് കൃഷി നാശം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അത്ര കൃഷിയിൽ നിന്ന് വിളവ് ലഭിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? ഈ കടമടയ്ക്കണ്ടേ, നികുതി അടയ്ക്കണ്ടേ? കൃഷി നാശം സംഭവിച്ചാലും നികുതിക്ക് ഇളവ് കൊടുക്കില്ല എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ കണ്ടീഷൻ. നികുതിയും അടയ്ക്കണം, മണി ലെൻഡറുടെ കാശും കൊടുക്കണം. അപ്പോൾ ആ കർഷകൻ എന്ത് ചെയ്യും? സ്വന്തം ഭൂമി വിൽക്കും. ആ ഭൂമി വിറ്റ് കടവും തീർത്ത് നികുതി അടയ്ക്കും. അങ്ങനെ ബംഗാളിലെ കർഷകർ സ്വന്തം കൃഷിഭൂമി പോലും വിറ്റ് കടം തീർക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടെത്തിച്ചു. This was not an end. British need cotton, jute, indigo. Cotton, പരുത്തി, jute, ചണം, indigo, നീലം. Because these were the major raw materials for the industry in England. ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഇംഗ്ലണ്ടിൽ ധാരാളം ഫാക്ടറികൾ ഉണ്ടായി. ഈ ഫാക്ടറികൾ പ്രവർത്തിക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് അത്യാവശ്യമാണ്. Cotton, jute and indigo, these were the major raw materials for the industries in England. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഫീൽഡ്സിൽ
കൊമേഴ്സ്യൽ ക്രോപ്സായ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ എന്നിവ നിർബന്ധിച്ച് കൃഷി ചെയ്യുകയും അത് ഇവിടെ നിന്ന് വില കുറച്ചു വാങ്ങി ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ദീസ് ക്രോപ്സ് ഡിഡ് നോട്ട് ഗെറ്റ് മോർ പ്രൈസ്. വളരെ വില കുറഞ്ഞ കൃഷിവിളകളായിരുന്നു കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ. ഫുഡ് ക്രോപ്സ് ആയ ഗോതമ്പോ, ചോളമോ, അരിയോ ഇതൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കർഷകർക്ക് ധാരാളം കാശ് ലഭിക്കുമായിരുന്നു. എന്നാൽ കോട്ടനും, ജൂട്ടും, ഇൻഡിഗോയും വളരെ വില കുറഞ്ഞ വസ്തുക്കളായിരുന്നു. Thus the farmers become landless. They could not pay their debt and they forced to become laborers. കടമടയ്ക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ട സ്വന്തം ഭൂമി കൂലിക്കാരായി കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ കർഷകർ മാറി. Now, I give an activity to you. Compare the condition of peasants during the British rule and their present condition. ഇന്നത്തെ കർഷകരുടെ അവസ്ഥയും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ കർഷകരുടെ അവസ്ഥയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. Next, the exploitation of British against the tribals. You know, tribals, they led a free life in the forest. They did not like to mingle with others and they did not like the disturbance of outsiders in the forest. But after the coming of British, they look on to the forest wealth. Then they thought, how could exploit these resources? So they imposed forest laws on these tribals. Forest law, Vana Niyamam, it gives the absolute power to British over forest. വനനിയമപ്രകാരം ബ്രിട്ടീഷുകാർക്ക് കാടിനുള്ളിൽ പൂർണ്ണമായ അവകാശം ലഭിച്ചു. ഇറ്റ് ഡിസ്റ്റർബ് ദ ലൈഫ് ഓഫ് ദ ട്രൈബൽസ്. ഇറ്റ് ഡിസ്റ്റർബ് ദെയർ കളക്ഷൻ ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് ഓൾസോ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദെയർ ട്രഡീഷണൽ ഫാമിംഗ്. കാട്ടിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാർ പാരമ്പര്യ കൃഷിരീതിയാണ് പിന്തുടർന്നിരുന്നത്, അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ അവർ കൃഷി ചെയ്തിരുന്നില്ല. കുറച്ചുകാലം ഒരു സ്ഥലത്ത് കൂട്ടമായി താമസിക്കും, അവിടെ കൃഷി ചെയ്യും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക്. ബട്ട് ആഫ്റ്റർ ദ കമ്മിങ് ഓഫ് ബ്രിട്ടീഷ്, ദേ കുഡ് നോട്ട് ഫോളോ ദെയർ ട്രഡീഷണൽ ഫാമിംഗ്. യു നോ, ഫോറസ്റ്റ് ഓൾസോ ഹാഡ് മിനറൽ വെൽത്ത്. British constructed roads and railways to collect the minerals. കാടിനുള്ളിലെ ധാതു സമ്പത്തുകൾ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടി, അത് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി റോഡും റെയിൽവേസും ഒക്കെ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതുവരെ കാടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഗോത്ര വിഭാഗക്കാരുടെ ജീവിതം ഒരു നാട്ടിലേക്ക് മാറേണ്ട അവസ്ഥയിലേക്ക് വന്നു. ദസ് ദ ലൈഫ് ഓഫ് ട്രൈബൽസ് ബിക്കം മിസറബിൾ. നെക്സ്റ്റ്, ബിഗിനിങ് ഓഫ് റെയിൽവേസ് ഇൻ ഇന്ത്യ. 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യമായി ഇന്ത്യയിൽ ട്രെയിൻ സർവീസ് നടത്തിയത്. കേരളത്തിലോ 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് ആദ്യ ട്രെയിൻ സർവീസ് നടത്തി. നെക്സ്റ്റ്, ദ ക്രൂവൽറ്റി ഓഫ് ബ്രിട്ടീഷ് അഗൈൻസ്റ്റ് ദ വീവേഴ്സ്. യു നോ, the British forced to cultivate cotton in India. The British made a policy to buy these cotton at a low cost and they make a huge profit on it. ഇന്ത്യയിലെ കർഷകരെ കൊണ്ട് നിർബന്ധിച്ച് കോട്ടൺ കൃഷി ചെയ്തിരുന്നു. ആ കോട്ടൺ കുറഞ്ഞ വിലയ്ക്ക് അവർ വാങ്ങുകയും അതിൽ നിന്ന് അവർ വലിയൊരു ലാഭം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. Thus, our handloom industry declined. അങ്ങനെ ഇന്ത്യയിലെ കൈത്തറി വ്യവസായം
തകർന്നു പോകും. ലെറ്റ് us എക്സാമിൻ ദ റീസൺസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലെ കൈത്തറി വ്യവസായം തകർന്നു പോയത്? The large scale export of cotton, the raw material of handloom industry, to Britain. ഇന്ത്യയിലെ കൈത്തറി വ്യവസായത്തിന് ഏറ്റവും അത്യാവശ്യമായിരുന്നു കോട്ടൺ. പക്ഷേ ആ കോട്ടൺ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു. The large scale import of cheaper textiles manufactured in the British factories. എന്നാലോ ഇവിടെ നിന്ന് കോട്ടൺ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടുത്തെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, നമ്മുടെ കൈത്തറി വ്യവസായത്തെക്കുറിച്ച് നമുക്കറിയാം. കൈകൊണ്ട് നെയ്യുന്ന തുണിക്ക് വില കൂടുതലാണ്. എന്നാൽ ഫാക്ടറിയിൽ തുണി മില്ലിൽ ചെയ്യുന്നത് ആ തുണികൾക്ക് വില കുറവായിരിക്കും. കൂടിയ തുണിയാണോ കുറഞ്ഞ തുണിയാണോ നമ്മൾ വാങ്ങാൻ ഇഷ്ടപ്പെടുക? ആരായാലും 1 രൂപയെങ്കിലും കുറഞ്ഞു നിൽക്കാനല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കൈത്തറി വ്യവസായം തകരുന്നതിന് അതൊരു കാരണമായി. എക്സസീവ് ടാക്സസ് വെയർ ലെവിഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെയോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്ക് നികുതിയും കൂട്ടി. These factors rendered thousands of Indian weavers jobless. ആയിരക്കണക്കിന് ഇന്ത്യൻ നെയ്ത്തുകാർക്ക് ജോലി നഷ്ടപ്പെടാൻ ഇതൊക്കെ കാരണമാവുകയും ചെയ്തു. So, what could you understand from all this? The common people of India were suffering by the policies and rules of British. All the traditional works were ruined. കഷ്ടപ്പാടുകൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എതിർക്കണമെന്ന് തോന്നും, അല്ലേ? Like that, several people protested against in different places. For example, Mappila rebellion in Malabar, Faraisi rebellion in Bengal. Besides the farmers, the tribals also rose in revolt against the company. The major tribal groups that organized rebellions are the Bhils in Maratha, the Kolis in Ahmednagar, the Kols in Chota Nagpur, the Sandals in Rajmahal Hills, the Kuruchias in Wayanad. ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവങ്ങൾ തുടക്കം കുറിച്ച ചില ഗോത്രവിഭാഗങ്ങളുടെ പേരുകളാണ്. And one of the remaining revolt was the rebellion of Sandals. Sandals were the inhabitants of Rajmahal Hills in Bengal province. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം ഗോത്ര വിഭാഗമായിരുന്നു സാന്താൾസ്. The Sandal rebellion was the result of exploitation they faced from the company officials and money lenders. പലിശക്കാരിൽ നിന്നും കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്കെതിരെ അവർ നടത്തിയ സമരമായിരുന്നു സാന്താൾ റെബലിയൻ. The Rajmahal Hills witnessed the sacrifice of more than 15,000 Sandals in this rebellion. ഈ ഒരു വിപ്ലവത്തിൽ വെറും ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് 15,000-ഓളം ആൾക്കാരെ ബ്രിട്ടീഷ് ജനത കൊന്നൊടുക്കി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ട്രൈബൽ ഗ്രൂപ്പിലെ 15,000 പേര് മരിച്ചു വീണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരത എത്രമാത്രമായിരുന്നു. It was under the leadership of സിദ്ധു ആൻഡ് കൻഹു. സിദ്ധു, കൻഹു എന്ന 2 നേതാക്കളുടെ പിൻബലത്തിലായിരുന്നു സാന്താൾ റെബലിയൻ ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് നടത്തിയിരുന്നത്. സാധാരണക്കാർ മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്കിരയായത്? നോ, even the kings and chieftains also suffered under the British. That we'll discuss on next class.
Students, listen the class carefully, write your notes, and study well. God bless you. Thank you.